നമസ്കാരം. ചരിത്രം തിരുത്തി മോഹൻലാലിന്റെ തുടരും. ചരിത്രത്തിൽ ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഒരു സിനിമ 100 കോടിയിലധികം നേടി എന്ന നാഴികക്കല്ല് മറികടന്നിരിക്കുകയാണ് തുടരും. കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി നേടിയതായി തുടരും പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാൽ അറിയിച്ചു. നേരത്തെ ആഗോളതലത്തിൽ നിന്ന് 200 കോടി രൂപയിലധികം നേടിയിരുന്നു തുടരും. KR സുനിലിനൊപ്പം സംവിധായകൻ തരുണുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റേത്. ലളിത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭനയെത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായുണ്ട്. തുടരുവിന് മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു തരുൺ മൂർത്തി. വിന്റേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചിരുന്നത് എന്ന് തരുൺ മൂർത്തി വെളിപ്പെടുത്തുന്നു. സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിന്റേജ് എന്നൊരു സജഷൻ ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ. വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായ തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് ചോദിച്ചു. അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും പറയുന്നു തരുൺ മൂർത്തി. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലായി പുറത്തുവിട്ടത് റിലീസിന് മുന്നേ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ശ്രീദേവി, ഐ കേരള, തിരുവനന്തപുരം.